ഹായ് എവരി വൺ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ IPL ഫൈനലിൽ കടന്നു, ഫൈനൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗീവ് അവേ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീവ് കൊടുക്കുന്ന ഈ ബാറ്റാണ്. അപ്പോൾ ഇത് വിജയികളുടെ കയ്യിലോട്ട് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു IPL സീസൺ 2024 IPL സീസണിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു സീസണിൽ ഏകദേശം 74 മത്സരങ്ങളാണുള്ളത്. ഈ 74 മത്സരങ്ങളിൽ നിന്ന് 73 മത്സരങ്ങളും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ കുറേ മത്സരങ്ങൾ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഒരു മത്സരത്തിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും ഒരു 80+ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു IPL സീസണിൽ തന്നെ. കഴിഞ്ഞ മാർച്ച് 22 തൊട്ട് ഇന്ന് മെയ് 26 കഴിഞ്ഞു. ഇന്ന് മെയ് 27 സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയ് 25 തീയതി വൈകുന്നേരം 5:30 ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ IPL ഫൈനൽ കഴിഞ്ഞു. ഐ തിങ്ക് നമ്മുടെ KKR വിന്നാവാനുള്ള ചാൻസാണ് ഞാൻ എല്ലാ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്തായി എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവൻ എന്തുവാ ഈ പറയുന്നത്, ഞാൻ പറയാം. അതാ പറഞ്ഞു, ഓൾറെഡി 2 ദിവസം മുന്നേ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. KKR വിന്നാവാനുള്ള ചാൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സെർച്ച് വിന്നാനുള്ള ചാൻസും ഉണ്ട്. ബട്ട് ഞാൻ ബിലീവ് ചെയ്യുന്നത് KKR വിൻ ചെയ്യും എന്നുള്ള ഒരു രീതിക്കാണ്. ഓക്കെ, അപ്പോൾ ദ തിങ് ഈസ്, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോസ് കൂടെ 200 ബിലോ വ്യൂസ് വന്നിട്ടില്ല. അതിൽ കൂടുതൽ 200 മുകളിൽ എബോവെങ്കിലും വന്നിട്ടുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ ഐ തിങ്ക് 3Kയുടെ അടുത്ത് വ്യൂസ് വന്നു. പിന്നെ അത് 2K ആയി, പിന്നെ 1500 ആയി, 1K ആയി, പിന്നെ 500 ആയി. അവന് ഭയങ്കര ബിലോ ആവറേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് വീഡിയോ എന്ന ആ ഒരു സെയിം സ്ലാങ്ങിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. മേ ബി വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ വീഡിയോയിൽ മെയിനായിട്ട് ടിപ്സോ ഇല്ലാത്ത കൊണ്ടായിരിക്കാം. ബട്ട് ചില ടിപ്സൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, ചിലതൊന്നും വർക്ക് ചെയ്യാറില്ല. ബട്ട് ഇത് ഈസ് എ പ്രിഡിക്ഷൻ ആണ്. ആസ് എ പ്രെഡിക്റ്റർ ഞാൻ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും. സോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണ്, ബിഗ് താങ്ക്സ്. കാരണം നിങ്ങളെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തിയത്. ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, വെറുതെ ലാഗൊന്നും അടുപ്പിക്കുന്നില്ല. ഐ തിങ്ക് ഞാൻ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2020 ഒക്ടോബർ ആ ഒരു ടൈമിലായിരുന്നു. ഡ്രീം ഇലവൻ അപ്പോൾ ഭയങ്കര ഒരു പച്ചപിടിച്ച് വരുന്നൊരു ടൈമായിരുന്നു അത്. ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഡ്രീം ഇലവനെ പറ്റി ഇങ്ങനെ അറിഞ്ഞതും. പിന്നെ ഡ്രീം ഇലവൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുക, ഇതിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടൈമിൽ എനിക്ക് ഏകദേശം ഐ തിങ്ക് ഒരു 18 വയസ്സ് 18 ആയിട്ടില്ല, 17. ഓക്കെ, അപ്പോൾ ഈ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ. എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് പോക്കറ്റ് മണിയോ എനിക്കൊരു പേഴ്സണൽ ഏണിങ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അപ്പോൾ എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കണം. സോ അപ്പോൾ ഞാൻ അതിനു വേണ്ടി ആണ് ഡ്രീം ഇലവൻ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ എമൗണ്ട് എനിക്ക് കിട്ടുമ്പോൾ കൂടെ ഐ വിൽ പ്രൗഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. 500-1000 രൂപ കിട്ടും. അത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത കൊണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ആ പൈസയൊക്കെ കളിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു 100 രൂപയിൽ തുടങ്ങിയത് അതങ്ങനെ 1000-1500 എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്തൊന്നും ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഏകദേശം 2013 തൊട്ട് ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങിയ ഒരാളാണ്, 13 തൊട്ട്. സോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒരു 13-14 വർഷം, 11-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഓരോ പ്ലെയേഴ്സിനെ അറിയാം. അങ്ങനെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ പണ്ട് RRലുണ്ടായിരുന്നു, ഫോഗ്നർ എന്ന് പറയും. ഭയങ്കര അടിപൊളിയാണ്. ഈ ചുണ്ടിൽ ഈ വെള്ള കളറിൽ ഈ സംഭവമൊക്കെ തേച്ചിട്ട് ഫുള്ളി ബോളിങ്ങിന് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ടോട്ടേയും ഭയങ്കര ക്രേസ് ആ പുള്ളിയെ പറ്റി. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആ പുള്ളി ഇപ്പോൾ കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ ലാസ്റ്റ് 2023 എങ്ങാണ്ട് ഏതോ ഒരു മാച്ചിൽ ഞാൻ കണ്ടായിരുന്നു. അത് ഈ സീനിയർ പ്ലെയേഴ്സൊക്കെ കളിക്കത്തില്ലേ, ഈ ആ ഒരു മാച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഡ്രീം ഇലവൻ തുടങ്ങിയത്. ഡ്രീം ഇലവൻ തുടങ്ങി കുറച്ച് ക്യാഷൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ 18 വയസ്സായപ്പോൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ആയി, പാൻ കാർഡൊക്കെ ആയി.
പാൻ കാർഡൊക്കെ ലിങ്ക് ചെയ്തു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു 1 വർഷം. പക്ഷെ ഞാൻ വീഡിയോ ആ ഒരു ടൈമിന് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ 18 വയസ്സായി പാൻ കാർഡൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഡ്രീമിലാൻഡ് കളിക്കാൻ തുടങ്ങി. കുറച്ച് പൈസ ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഫെയർ പ്ലേ വയലേഷൻ വന്നിട്ട് ഡ്രീമിലാൻഡ് അക്കൗണ്ട് അടിച്ചു പോയത്. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ അക്കൗണ്ട് ആഡ് ചെയ്തു. അതിൽ പാൻ കാർഡ് റിജക്റ്റ് ചെയ്തു. കാരണം ഓൾറെഡി ഈ ഒരു അക്കൗണ്ട് ബാൻഡാണ്, ഇതിൽ ഇനി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്. സോ പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. ഞാനൊരു പ്രൊമോട്ടർ കൂടെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ. സോ എനിക്ക് ഇപ്രാവശ്യം എന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ രണ്ടാമത്തെ പ്രാവശ്യം എന്നെ അക്സെപ്റ്റ് ചെയ്ത് സെയിം പാൻ കാർഡ് സെയിം വെച്ചിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് അവർ സഹായിച്ചു. പിന്നെ അപ്പോൾ ഓക്കെ ആയി. പിന്നെ ഞാൻ ഡ്രീമിലാൻഡ് കളിക്കാൻ തുടങ്ങി, വീഡിയോസ് ഇടാൻ തുടങ്ങി. 2022 വീഡിയോസ് മെയിനായിട്ട് ഇടാൻ തുടങ്ങിയത്. ഇതിലെനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 തമിഴ് ബെല്ല് എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ, ആ ഒരു പുള്ളി ഞാൻ പരിചയപ്പെട്ടു. ആ ഒരു പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിലിങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഫിലിയേഷൻ ഉണ്ട്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പുള്ളി കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി തന്നു. സോ ആ ഒരു കണക്ഷൻ വഴി ഞാൻ കുറച്ച് കയറി വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്നൊന്നും സത്യം പറഞ്ഞാൽ ഒരൊറ്റ പൈസ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ട് വളരെ തുച്ഛമായ എമൗണ്ടാണ്. ഒരു വീഡിയോ ഒന്ന് 50 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എത്ര രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടാകും? മാക്സിമം ഒരു 80 വീഡിയോ 80x50 ഡ്രീമിലാൻഡ് കളിച്ചാൽ കൂടെ ഇതിലേറെ ക്യാഷ് കിട്ടും. അപ്പോൾ അതൊരു വിഷയമല്ല. ബട്ട് ചെറിയൊരു യൂട്യൂബിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് പറയുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഭയങ്കര തുച്ഛമായ എമൗണ്ട് കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ തമിഴ് ബെല്ലിൽ നിന്നുള്ള ആ ഒരു പുള്ളി, നമ്മുടെ ആൽബർട്ട് ജെയിംസ്, പുള്ളിയുടെ പേര് അതാണ്. സോ ആ പുള്ളിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്ത്, ഒരു ദൈവദൂതനെ പോലെ വന്ന് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ പുള്ളി കാരണം അത്യാവശ്യം ക്യാഷൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോയി. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് 2022 നമ്മളാണ് 22 അത് ചെയ്യാൻ തുടങ്ങിയത്. 22 കുറച്ച് ഏണിങ്സ് ആയി. 22, 23 പിന്നെ ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഒരു വർഷം കഴിഞ്ഞ സീസണും ഈ ഒരു സീസൺ 2 സീസണിലാണ് ആകെ ഞാൻ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. കാരണം Dream11 മാത്രം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നോ. സംടൈംസ് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കും. സോ അപ്പോൾ Dream11 അധികം ഫോക്കസ് ചെയ്യാതെ സബ്ബായിട്ട് പാർട്ട് ടൈം ജോബൊക്കെ എന്നൊക്കെ പറയില്ലേ, സോ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിരിക്കും. കുറച്ച് ഏണിങ്സ് നിങ്ങളെ മെയിൻ ഒരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ സ്വിഗ്ഗി ഇടണം, അതൊരു പാർട്ട് ടൈമാണ്, ഇതൊരു പാർട്ട് ടൈമാണ്. സെറ്റാണ് നിങ്ങളെ ലൈഫ് സെറ്റ്. ലൈഫ് സെറ്റ് മീൻസ് പെർ ഡേ എങ്ങനെ പോയാലും ഒരു 1500 രൂപ ഉണ്ടാക്കാൻ പറ്റും. സ്വിഗ്ഗിയിൽ നിന്ന് ഒരു 500 അല്ലെങ്കിൽ ഒരു 600-700 ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു സ്വിഗ്ഗിയിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ജോബ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ജോബാണ് ചെയ്യുന്നത് അതിലൊരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രം പൈസ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി എനിക്കൊരു ഫുഡ് ചാനൽ കൂടിയുണ്ട്, ഫുഡി ഫയൽസ് എന്നാണ് പേര്, പാലക്കാട് ഫുഡി ഫയൽസ്. അപ്പോൾ അതിൽ നിന്ന് പ്രൊമോഷൻ വൈസ് കടകളിലൊക്കെ പോയി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രൊമോഷൻ, ആ ഒരു ഇൻകം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പിടിച്ച് നിൽക്കുന്നത്. ഒന്നിലൊന്നും നിൽക്കത്തില്ല. രണ്ട് ഇൻകം സോഴ്സാണ് എനിക്കുള്ള ഈ ഒരു അഫിലിയേഷനും അതുപോലെ തന്നെ അതും. അപ്പോൾ ദ തിങ് ഈസ് എല്ലാവരും ഇതുവരെ എന്നെ ഹെൽപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നൊന്നും അറിയത്തില്ല. ഐ തിങ്ക് ഒരു 9904 എങ്ങാണ്ടോ ഇപ്പോൾ കറൻ്റ് ഉള്ള സബ്സ്ക്രൈബേഴ്സ്. ഐ തിങ്ക് ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫൈനൽ വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ തീർച്ചയായും ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ എവരി വൺ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.